ചർച്ചകൾ വഴി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഇറാനും അമേരിക്കയും പറയുമ്പോഴും ആ മേഖലയിൽ സംഘർഷം നിലനിൽക്കുകയാണ്. അതിനിടെയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് മറ്റൊരു വിമാനവാഹിനി കപ്പലിനെ കൂടി വിന്യസിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പലിൻ്റെ നേതൃത്വത്തിലെ നാവിക സന്നാഹം സർവ്വസജ്ജമാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവുണ്ടായാൽ ഉടൻ മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെടുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ അവിടെ തങ്ങൾക്ക് ശക്തമായ ഒരു നാവികസേനയുണ്ടെന്നും മറ്റൊന്ന് വഴിയിലാണെന്നും ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇറാനുമായി ഉണ്ടാകുന്ന ഏതൊരു കരാറിലും അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടണമെന്നും ഇറാനുമായി മികച്ചൊരു കരാർ ഉണ്ടാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിൽ അമേരിക്കൻ സേന പാട്രിയറ്റ് വ്യോമ പ്രതിരോധ മിസൈലുകൾ ട്രക്ക് ലോഞ്ചറുകളിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ പരാമർശങ്ങളുണ്ടായത്. വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ മേഖലയിൽ ഉടനീളം അമേരിക്കൻ സൈനിക വിന്യാസം ശക്തമാക്കുന്നതിൻ്റെ നിർണായക വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഖത്തറിലെ അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള പ്രധാന വ്യോമത്താവളങ്ങളിൽ അമേരിക്ക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കുന്നതായും വിമാനങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചതായും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാഗ്വാദം തുടരുന്നതിനിടെ പുറത്തുവന്ന ഈ ചിത്രങ്ങൾ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളിലുണ്ടായ പെട്ടെന്നുള്ള ഒരു മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ച ഉപഗ്രഹ ചിത്രങ്ങളിൽ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അവയുടെ സ്ഥിരമായ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി മൊബൈൽ ലോഞ്ച് പ്ലാറ്റ്ഫോമുകളിൽ, അതായത് ട്രക്കുകളിൽ ഘടിപ്പിച്ചതായി കാണാവുന്നതാണ്. ട്രക്കുകളിൽ ഇത് ഘടിപ്പിക്കുന്നതോടെ മിസൈലുകൾ എളുപ്പത്തിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ സാധിക്കും. ശത്രുക്കളുടെ കൃത്യമായ ആക്രമണങ്ങളിൽ നിന്ന് മിസൈൽ ലോഞ്ചറുകളെ രക്ഷിക്കാനും ഇത് സഹായിക്കും. പെട്ടെന്നുണ്ടാകുന്ന ഭീഷണികൾ നേരിടാൻ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ഇവയെ വിന്യസിക്കാനും കഴിയും. ഈ മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക കേന്ദ്രമായ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിൽ ജനുവരിയെ അപേക്ഷിച്ച് ഫെബ്രുവരി മാസത്തിൽ വിമാനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. നിരീക്ഷണം, ഇന്ധനം നിറക്കൽ, ചരക്ക് നീക്കം എന്നിവയ്ക്കുള്ള ഭാരമേറിയ വലിയ വിമാനങ്ങളാണ് കൂടുതലായി എത്തിച്ചിരിക്കുന്നത്. ജോർദാൻ, സൗദി അറേബ്യ, ഒമാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങളിലും ഇതേപോലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഈ സൈനിക നീക്കങ്ങൾക്കിടയിലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്യായമായ ആവശ്യങ്ങൾക്ക് വഴങ്ങില്ലെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അതേസമയം ചർച്ചകൾക്കും പരിശോധനകൾക്കും രാജ്യം തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇറാൻ്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തിയിരുന്നു. മേഖലയിലെ പ്രധാന മധ്യസ്ഥൻ എന്ന നിലയിലുള്ള ഖത്തറിൻ്റെ ഇടപെടലുകൾ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഈ സൈനിക നീക്കങ്ങൾ പെട്ടെന്നുള്ള ഒരു യുദ്ധത്തെ അല്ല, മറിച്ച് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് സൈനിക വിശകലന വിദഗ്ധർ പറയുന്നത്. ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള മിസൈൽ, ഡ്രോൺ ഭീഷണികൾ കണക്കിലെടുത്തുള്ള മുൻകരുതൽ നടപടികളായാണ് അമേരിക്ക ഇതിനെ കാണുന്നത്. എങ്കിലും മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം അതീവ സങ്കീർണമായി തുടരുകയാണ്. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഒട്ടും പതറാതെ ഇറാൻ നിൽക്കുന്നത് ഇസ്രയേലിനെയും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തുകയാണ്.